നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി CPM വിട്ടുമാറിയത് CPMന്റെ മുഖ്യ ശത്രുവായ കോൺഗ്രസിലേക്ക്. കഴിഞ്ഞ കുറച്ചു കാലമായി CPM ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും അക്ഷരാർത്ഥത്തിൽ CPMന് ഇതൊരു മുറിവാണ്. ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും 3 തവണ MLAയുമായ ആളാണ് ഐഷ പോറ്റി. 3 തവണ MLA ആയ ഒരാൾക്ക് കിട്ടുന്ന സർക്കാർ സൗജന്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 15 വർഷം MLA ആയിരുന്നതുകൊണ്ട് ഐഷ പോറ്റി പരമാവധി പെൻഷൻ അർഹയാണ്. ഇത് മാസം 50,000 രൂപ വരും. 50,000 രൂപയ്ക്കുള്ള ഫ്യൂവൽ കൂപ്പൺ, 50,000 രൂപയ്ക്ക് ഫസ്റ്റ് ക്ലാസ് AC-യിൽ ട്രെയിൻ യാത്ര, KSRTC-യിൽ ഫ്രീ യാത്ര, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലും PWD ഗസ്റ്റ് ഹൗസിലും VIP റൂമുകളിൽ 24 മണിക്കൂർ താമസത്തിന് വെറും 25 രൂപ വാടക, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിൽ മുൻ MLA എന്ന VIP പരിഗണന. ഇങ്ങനെ ഈ പട്ടിക നീളുന്നു. ആരുടെയും അർഹതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. എങ്കിലും ചോദിക്കട്ടെ, ഇത് ഐഷ പോറ്റിയുടെ കഴിവുകൊണ്ട് മാത്രം ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണോ? അതോ കൊട്ടാരക്കര തമ്പുരാനോ കോഴിക്കോട് സാമൂതിരിയോ നൽകിയതാണോ? അല്ലെന്നുള്ള സത്യം കണ്ണാടിയിൽ നോക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നാറില്ലേ? ഈ നാട്ടിലെ ഗതികെട്ടവന്റെ ഉപ്പുചുരട്ടയിൽ വരെ കൈയിട്ട് വാരിയെടുക്കുന്ന GST ആണിത്. ഇതിന് നിമിത്തമായത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിനുള്ള ശക്തി നൽകിയത് സ്വന്തം വീട്ടിൽ അത്താഴത്തിന് അരി വാങ്ങുന്നത് പോലും മറന്ന് രാപ്പകലില്ലാതെ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി രക്തവും വിയർപ്പും ജീവനും വരെ മാറ്റിവെച്ച ഒരുപിടി മനുഷ്യരാണ്. തങ്ങളെ തങ്ങളാക്കിയ ഇക്കൂട്ടരെ മറന്നാണ് മയൽക്കുറ്റികൾ കാണുമ്പോൾ കാലുപൊക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, KV തോമസിനും ശോഭന ജോർജിനുമൊക്കെ ബാധകമാണ്. വളർത്തി വലുതാക്കി നേട്ടങ്ങളുടെ കൂമ്പാരം സമ്മാനിച്ച പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ അനേകരെയും താങ്ങാവുന്നത് അപ്പുറം ഭാരം ചുമന്ന് പ്രസ്ഥാനത്തെ നിലനിർത്തുന്നവരെയുമാണ് ഇക്കൂട്ടർ വഞ്ചിച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങളും ആദർശങ്ങളുമൊന്നും ഇരുമ്പുലക്കയല്ല. അവയ്ക്കൊക്കെ മാറ്റം വരും, വ്യതിയാനങ്ങൾ സംഭവിക്കാം. ആശയ സംഘടനകളുടെ പൊട്ടിത്തെറിയൊന്നും ഐഷ പോറ്റിയുടെ കാര്യത്തിൽ കണ്ടില്ല. മറിച്ച് പ്രസ്ഥാനത്തെക്കാൾ വലുത് താനാണെന്ന അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോഴുണ്ടാകുന്ന മതിഭ്രമമോ ആർത്തിമൂത്ത് ഭ്രാന്താകുന്നതോ ആണ് ഇക്കൂട്ടരെ പലപ്പോഴും കാലുമാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും മൂടുകുലുക്കി പക്ഷികൾ പോകാറുണ്ട്. CPMൽ ഐഷ പോറ്റി ആദ്യത്തെ ആളല്ല, അവസാനത്തെ ആളാകാനും ഇടയില്ല. ആശയ സംഘടനകളുടെ പേരിൽ ഏറെ പേർ വിട്ടുപോയിട്ടുള്ള പാർട്ടിയാണ് CPM. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ആ പാർട്ടിയിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് പലതും ആശയപരമല്ല, ആമാശയപരമാണ്. അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വർഷങ്ങൾക്ക് മുമ്പാണ് നായനാർ മന്ത്രിസഭയിൽ മന്ത്രി വരെയായിരുന്ന അമ്പാടി വിശ്വം എന്നറിയപ്പെട്ടിരുന്ന വിശ്വനാഥ മേനോൻ CPMൽ നിന്ന് പോയത്. നേരെ BJPയിലേക്കാണ്. പിന്നെ 1-2 തവണ ഏതോ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയായെന്ന് പറഞ്ഞ് കേട്ടറിവ് മാത്രമേ കേരളീയർക്കുള്ളൂ. ഇങ്ങനെ പോയ മറ്റൊരു MLA ആണ് അൽഫോൺസ് കണ്ണന്താനം. കുറച്ചുകാലം കേന്ദ്ര സഹമന്ത്രിയായതൊഴിച്ചാൽ ഇപ്പോ പേരക്കുട്ടികളെ കളിപ്പിക്കലും നായി വളർത്തലുമാണ് പണിയെന്നാണ് അറിവ്. CPMന്റെ അത്ഭുത കുട്ടിയായിരുന്നു AP അബ്ദുള്ളക്കുട്ടി. CPMൽ നിന്ന് പോയത് കോൺഗ്രസിലേക്ക്, പിന്നീട് അവിടുന്ന് BJPയിലേക്കും. BJPക്ക് മുസ്ലിം മുഖങ്ങൾ കുറവായതുകൊണ്ട് ദേശീയ വൈസ് പ്രസിഡന്റ് കോർപ്പറേറ്റ് ഫണ്ടും ഭുജിച്ച് നടക്കുന്നു. CPM കൊണ്ടുവന്ന ഒരു ജെയിൻ കില്ലറായിരുന്നു ഡോക്ടർ മനോജ്. VM സുധീരനെ തോൽപ്പിച്ചാണ് ഇദ്ദേഹം MP ആയത്. പിന്നീട് CPMനെ തള്ളി കോൺഗ്രസിൽ പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ PP ചിത്തരഞ്ജനെതിരെ മത്സരിച്ചു പരാജയപ്പെട്ടെന്നൊരു വാർത്ത കേട്ടതൊഴിച്ചാൽ പിന്നീട് ഒരിക്കലും ആ പേര് കേട്ടിട്ടില്ല. മുൻ MLA സെൽവരാജന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. പട്ടികയിൽ ഒടുവിൽ മുൻ MLA S രാജേന്ദ്രൻ CPM വിട്ടിരിക്കുന്നു. ഈ പട്ടികയിൽപ്പെട്ടവർ വേറെയും ഉണ്ടാകാം. CPM വിട്ടുപോയവരെ കൊണ്ട് ജനത്തിന് കാര്യമായ പ്രയോജനമൊന്നും ലഭിച്ചതായി കേട്ടിട്ടില്ല. എന്നാൽ വിട്ടുപോയവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ സേവന രംഗത്തോ പിന്നീട് ഇവരുടെ ഒന്നും പേരുകൾ കേൾക്കാറായില്ല. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും ഇവർ പോയത്? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.